വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ഇവിടെ ഇതാ ഒരു സർക്കാർ സ്കൂളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അയ്യോ, ഈ നാട്ടിൽ നല്ലൊരു സർക്കാർ സ്കൂളുണ്ടേ, കണ്ടാലോ കാണിക്കൊടുത്തിന് വെല്ലുന്നിടമാണേ, ഇവിടുത്തെ കാറും മറയോ ഫുൾടൈം വീടാണേ, ഇവിടുത്തെ പിള്ളേരോ അമ്പോ ഫുൾടൈം ലീവാണേ. എന്റെ മാഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, സുമേഷിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ തന്നെ സ്കൂളിൽ നിന്ന് രാജിവെച്ച് പോകും. പക്ഷേ കുരുത്തം കെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഹെഡ്മാഷ് കാര്യങ്ങൾ പറയാൻ നമ്മളിനി പഠിപ്പിക്കുന്നില്ല. ഹെഡ്മാഷ് എപ്പോ നോക്കിയാലും മറ്റേ സെറ്റപ്പ് അല്ലേ? എന്ത് ബഹളമാണ്, ഷാപ്പിലിരുന്നാ കേൾക്കാല്ല, സ്റ്റോപ്പിൽ നിന്നാ കേൾക്കാല്ല. ഞങ്ങൾ ഈ സുമേഷിന്റെ കാര്യം പറയണേ, സുമേഷിനെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല. പിള്ളേരെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണം പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ പറഞ്ഞു വിട്ട് സ്കൂൾ കൂട്ടി പോയല്ലോ. കുരുത്തം കെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് മാസം സംസാരിക്കേ. സുമേഷിന്റെ അച്ഛൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാം. അച്ഛൻ ഇന്ന് വരും നാളെ വരുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള അധ്യാപകർ ഇങ്ങനെ അലമ്പുണ്ടാക്കില്ലേ? നിങ്ങൾ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ, പോയി കിടന്നുറങ്ങാൻ, വേറെ പണിയൊന്നുമില്ല. അധ്യാപകനാണെന്നും പറഞ്ഞ് കൈക്കൂലിയും കൊടുത്ത് കയറി. അതാരാ? വണ്ടി വന്ന പോലെ വന്നുണ്ട്. ഒരു മടങ്ങി എനിക്ക് വേണ്ടി നോക്കിയിരിക്കാം. അങ്ങോട്ട് വാ. ഇവിടെ സാറന്മാരുടെ വേറെ മുഴുവൻ ഞാൻ കേൾക്കാം. ഇവിടെ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് കയറി വരരുതെന്ന്. എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റും. തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? എന്റെ മക്കളെ പഠിപ്പിച്ച് എന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ച്, അതുകൊണ്ട് വിളിപ്പിച്ചതാ. അതിന് എന്നെ വിളിപ്പിച്ചെന്തിന്? പിന്നെ അവിടുത്തെ സുകുമാരൻ ഡോക്ടറെ വിളിപ്പിച്ചപ്പോ അതിനകത്തിനാ സുകുമാരൻ ഡോക്ടറെ വിളിപ്പിക്കണേ. പുള്ളിയില്ലേ ഭ്രാന്തിനെ അയ്യോ, തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്റെ മക്കളെ രാവിലെ കുളിപ്പിച്ച് പൊട്ടും കുത്തി ഇങ്ങോട്ട് വിടുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ പ്രശ്നം? മുലക്കലേക്ക് നോക്കി, തന്റെ മോന്റെ ഇംഗ്ലീഷ് പുസ്തകം കുത്തഴിഞ്ഞ് കിടക്കണ കിടപ്പ് താൻ കണ്ടോളൂ. നോട്ട് ദ പോയിന്റ്. ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് കുത്തഴിഞ്ഞ് കിടക്കുക, അതിനൊരു കുഴപ്പമില്ല. അപ്പോഴെന്റെ മോന്റെ 2ാം ക്ലാസ്സിലെ പുസ്തകം ചുമ്മാ താനെന്നെ സ്കൂളിന്റെ വരാതിൽ വാള് വെച്ച്. എന്റെ സാറേ, ഇയാളവിടെ വെള്ളം അടിച്ച് വാള് വെച്ചിരിക്കുന്നത്. അതാണോ ഒറ്റ? ഞാൻ വാളൊന്നും വെച്ചില്ല. സ്കൂൾ കോമ്പൗണ്ടിൽ എന്നോട് വാള് വെച്ചത്? എന്റെ പൊന്നു മാഷ, ഞാൻ അവിടെ വാള വെച്ചില്ല. പിന്നെ ഞാൻ അവിടെ ഒരു പരിചയം വെച്ചത്. സാധാരണ വെള്ളം അടിച്ച വാള് വെച്ചെന്നാ ഞാൻ കേട്ടേക്കണേ. പരിചയം വെച്ചെന്ന് കേൾക്കണത് ആദ്യമായിട്ടാ. എന്റെ പൊന്നു മാഷേ, ഇത് വെക്കുമ്പോ വാള്, താഴെ വിടുമ്പോ പരിചയം. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വരും. ഇപ്പൊ എനിക്ക് വെക്കാനേ പറ്റുള്ളൂ. എടോ, മനുഷ്യനായ കുറച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കേ. ഈ കള്ളും കുടിച്ച് വെറുതെ ബാക്കിയുള്ളവന്റെ തല്ലും കൊണ്ട് എന്തിനാ നിങ്ങൾ ജീവിക്കണേ? അറ്റ്ലീസ്റ്റ് ഇത് എന്നെ പോലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കും. ഓക്കെ കേട്ടോ, നിങ്ങളുടെ അന്തസ്സൊക്കെ എനിക്കറിയാം കേട്ടോ. എന്റെ അന്തസ്സിന് എന്താ കുഴപ്പം? എന്താ കുറവ്? മാഷാ ചോദിച്ചാൽ ടീച്ചർ എനിക്കറിയാമോ? പോക്കിരിത്തരം പറയട്ടെ, 19 വയസ്സായി എനിക്ക്. ആ പ്രായത്തിന്റെ കാര്യം ആദ്യം മാഷ് ആലോചിക്കണം. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞെന്ന്? മാഷ് ഈ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്ന മാഷ് ഈ ശോശാമ ടീച്ചറിന്റെ വീട്ടിൽ ഇറങ്ങി വരുന്ന കാര്യം എന്റെ എടോ, ശോശാമ ടീച്ചറുടെ വീട്ടിലേക്ക് 10-16 കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങോട്ട് വരണ്ടേ നീ 16 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി ഞാൻ വരേണ്ട കാര്യം എന്താണ്? എത്ര കിലോമീറ്റർ? 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. കേരളത്തിലെ 10,000 നെല്ലുണ്ടല്ലേ, എലി ഡൽഹിയിൽ നിന്നും വരും കേട്ടോ. അങ്ങനെ കിലോമീറ്റർ. തന്റെ മോന്റെ കാര്യം പറയാനാണ് ഇപ്പൊ വിളിപ്പിച്ചത്. ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ 8 വർഷമായിട്ട് പഠിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. തന്റെ മോൻ കഴിഞ്ഞ 2 വർഷമായിട്ട് 8ാം ക്ലാസ്സിൽ തോറ്റ് തൊപ്പിട്ട് കിടക്കണം. നാണല്ലോ അവന്. അത് ശരി, 8 വർഷമായിട്ട് കിടക്കുന്ന സാറിനൊരു നാണോ ഇല്ല? 2 വർഷമായിട്ട് കിടക്കുന്ന എന്റെ പോലെ. ഇത് കള്ള് ഷാപ്പല്ല, സ്കൂളാണ്. ഈ സ്കൂളിനെ ഇവിടുത്തെ അധ്യാപകരെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് എന്ത് ചെയ്യുന്നതാണ്? ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടേക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വക്കീൽ, ഡോക്ടർ, കളക്ടർ എന്ന് വേണ്ട എല്ലാ കുട്ടികൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ പുള്ളി പഠിപ്പിച്ചു വിട്ട എല്ലാ പിള്ളേരും വലിയ പുരോഗതി. ഈ പുള്ളിക്ക് മാത്രം ഒരു ഗതിയില്ല, അതുപോലെ തന്നെ നടക്കുക. എന്റെ പെൻഷൻ എന്ന് പറയാൻ എന്ത് കുറ്റക്കേടാണോ ചെയ്ത് ഇയാളുടെ മോൻ? ഇയാളുടെ മോൻ എന്റെ നെറ്റിയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞെന്ന്. എന്നിട്ട് അവൻ ഉന്നം തെറ്റിയോട്ട് കൊണ്ടില്ല. എന്നാ അത് എന്റെ മോനല്ല, തന്റെ മോൻ തന്നെ. എന്റെ മോനാന്ന് ഒറ്റ സാറിന് നെറ്റിക്കാൻ അറിയാമോ? അതുപോലെ അവനെ പഠിപ്പിച്ചു. ഞാൻ അതൊക്കെ പോട്ടെ, തന്റെ മോനെ ഞാൻ മലയാളമാണ് എടുക്കുന്നത്. മലയാളം ക്ലാസ്സിൽ അവന് ഒരക്ഷരം പോലും കൂട്ടി എഴുതാൻ അറിയാൻ പാടില്ല. അതവനെ പറഞ്ഞിട്ട് കാര്യം. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ട് മോനെ, നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊന്നും പോകണ്ട, ഉള്ളത് പോലെ വായിച്ചാൽ മതി. അല്ല, തന്റെ മോനെ രാവിലെ കുളിപ്പിച്ച് 2 പൊട്ടും കുത്തി ഇങ്ങോട്ട് വിടണ്ടല്ല. ഇപ്പൊ പിള്ളേർക്ക് ഇവിടെ ബയോളജിക്ക് 3, കെമിസ്ട്രിക്ക് 2, മാത്തമാറ്റിക്സിന് 1.5, ഫിസിക്സിന് 3. ഇങ്ങനെയാണോ പിള്ളേരായ വേണ്ടത്? ഈ ബയോളജിക്കും കെമിസ്ട്രിക്കും ഈ റോബർട്ടിനും ഗിൽബർട്ടിനും എന്നിട്ട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ മോൻ സുമേഷിനെ എന്ത് വിൽക്കുന്ന എനിക്കറിഞ്ഞാൽ മതി. മറ്റുള്ള പിള്ളേരായി
വിളിച്ചു പറയുന്ന കാര്യം എന്താ? അതൊക്കെ അവരുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആര്? ഒരു നിസ്സാര ചോദ്യമാണ്. ഇത് ചോദിച്ചിട്ട് പോലും തന്റെ മകൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഈ ഗുരുത്വാകർഷണം ആരാ കണ്ടുപിടിച്ചാരാ? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാ. എങ്ങനെ കണ്ടുപിടിച്ചു? സർ ഐസക് ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്ന് തല വീണ്. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെയാണ് അദ്ദേഹം ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതും. ആ പോലും തന്റെ മകൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ന്യൂട്ടനോട് ചോദിക്കണ്ടായിരുന്നു ന്യൂട്ടനോട് ചോദിക്കണം, എന്റെ മോനോട് ചോദിക്കണ്ടായിരുന്നു എന്റെ മോനോട്. ഈ ആപ്പിള് വന്ന് തല വീണോണ്ടല്ലേ ഈ ന്യൂട്ടൻ ഈ ഭൂർത്താർഷം കണ്ടുപിടിക്കാൻ? അതാ നേരെ മറിച്ച് ഒരു ചക്ക ആയിരുന്നെങ്കിൽ ഒരൊറ്റ അക്ഷരം മണ്ടത്തില്ല ന്യൂട്ടൻ. കള്ള് ഷാപ്പല്ലേ ഇത്? സ്കൂളാണെന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടൻകാരൻ എന്റെ ന്യൂട്ടനും ഭൂർത്താർഷണമൊക്കെ അവിടെ കിടന്നോളൂ കേട്ടോ. ഇപ്പൊ സംസാരിക്കുന്ന അയാളല്ല, അയാളുടെ വയറ്റുള്ള മദ്യമാണ് സംസാരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും കള്ള് കുടിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോ? സപ്പോസ് എന്ന് വെച്ചാൽ ഉദാഹരണം. എന്നൊരു കാര്യം ചെയ്യും, നാളെ ഒരു ഞാൻ വരെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അല്ല, എപ്പോഴാ കള്ളു കുടിക്കേണ്ട തോന്നിയത്? എപ്പോഴാ? ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒരു ഫുള്ള് മേടിച്ചടിച്ചു, നമ്മൾ ആകപ്പാടെ സെറ്റായി പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഈ തലയുടെ രണ്ട് സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോടാൻ ഈ പൊട്ടിപ്പോണ അവസ്ഥയിൽ ഇന്നലെ അടിക്കണ്ടായിരുന്നു ഞാൻ. പക്ഷേ നേരം എടുത്ത് രണ്ട് പെഗും കൊണ്ട് അടിച്ച് നമ്മളെ കംപ്ലീറ്റ് തലവേദന പോയി, നാട്ടുകാരുടെ തലവേദനയാവുന്നു. ഞാൻ കാര്യം പറയട്ടെ, അവനോട് ഞാൻ ചോദിച്ച് പുഴയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നിട്ട് അവൻ എന്താ ഉത്തരം പറഞ്ഞറിയാമോ? ചക്ക, മാങ്ങ, തേങ്ങ, കോഴി, ഇതൊക്കെയാണോ പുഴയിൽ വിടുന്നത്? എടോ, ചക്കയും മാങ്ങയും തേങ്ങയും കോഴിയൊക്കെ എങ്ങനെയാണോ പുഴയിൽ കിട്ടണേ? എന്നെ പൊന്നു മാറ്റാതെ അവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പിന്നെ ഞാൻ ഈ സന്ധ്യയാകുമ്പോ വീട്ടിൽ നിന്ന് ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാല് കയറി വരുമ്പോഴത്തേക്ക് ഈ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ഉണ്ട്. മോഷണമാണ് പണിയല്ലേ? തന്റെ മൂത്ത മോനെ തോട്ടത്തിരിക്കണ ജമന്തിപ്പൂ പറിച്ചുള്ളത്. തന്റെ മൂത്ത മോൻ കണ്ട തോട്ടത്തിലിരിക്കണ ജമന്തിപ്പൂ പറിച്ചുള്ളത്. അതെ അതെ, ആ ജമന്തിപ്പൂ പറിക്കുന്ന അതിന്റെ മൂത്തവനൊന്നും തന്റെ മൂത്തവൻ അവനെ കണ്ട എനിക്കറിയാം കേട്ടോ. ആ ജമന്തിപ്പൂ പറിക്കുന്നതാണ് എന്റെ ഇളയ മോൻ. മറ്റിന്റെ സ്കൂട്ടറിന്റെ കാറ്റൂരി വിടുന്നവനെ കണ്ടു, അതാണ് എന്റെ മൂത്ത മോൻ. സുണുകനല്ല, സുഗുണൻ. എച്ചമ്മൂട് വന്ന് എച്ചമ്മൂട് കേൾക്കാൻ വേണ്ടി പറയാം. ഈ മനുഷ്യന് ഒറ്റൊരുത്തം കാരണം എന്റെ മോന്റെ ഒരു വർഷം പോയി. നിങ്ങൾ എന്റെ മോനെ തോൽപ്പിക്കാൻ കാരണമുണ്ട്. ഇയാളുടെ മോന് കണക്കറിയാൻ പാടില്ല. പിള്ളേര് തോറ്റു. അവര് കണക്കറിയാൻ പാടില്ല. എന്റെ മൂത്ത മോന് കണക്കറിയില്ല, താഴെയുള്ള കുട്ടിക്ക് കണക്കറിയില്ല. ഇവിടെ കുട്ടികളാകുമ്പോ കണക്കറിയണം. ഞാൻ അവനോട് കണക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു. എന്താണ് ചോദിച്ചിട്ട്? ഞാൻ ചോദിച്ചു മോനെ ഒരു കോട്ടന് 35 രൂപ, അപ്പൊ ഒരു 65 അപ്പൊ അങ്ങനെയാണ് ഒരു ഓസിയാറിന് ഫുള്ളിന് എത്ര രൂപ? അവൻ പറഞ്ഞല്ലോ കറക്റ്റ് 36 രൂപ. ഇതാണോ കണക്ക്? ഇങ്ങനെയാണോ? ഹെഡ് മാസ്റ്റർ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഇയാളുടെ മോനോട് ഞാൻ ചോദിച്ചു, എന്റെ കയ്യിൽ 2 പഴമുണ്ട്, അതിലൊരെണ്ണം ഞാൻ തിന്ന്, ബാക്കി എത്ര പഴമെന്ന് വെച്ചിട്ട് ഇയാളുടെ മോൻ അറിയാൻ പാടില്ല. ആ ക്വസ്റ്റ്യൻ മനസ്സിലായി. എടോ, എന്റെ കയ്യിൽ 2 പഴമുണ്ട്, അതിലൊരെണ്ണം ഞാൻ തിന്ന്, ബാക്കി എത്രയെന്ന് ചോദിച്ചിട്ട് തന്റെ മോൻ അറിയാൻ പാടില്ലെന്ന്. ശരി, നിസ്സാര ഒരു പഴത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ മോന്റെ ഒരു വർഷം കളഞ്ഞേ. നിങ്ങൾ എന്നോട് ഒരു കൊലപ്പഴം ഞാൻ മേടിച്ചതല്ല, അറിയോ? ഇത്ര ആർത്തി പാടില്ലെന്നാണ്. എന്റെ സൂണമാഷ് സ്കൂളിന്റെ പേര് കളഞ്ഞല്ല. മാഷിന് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ പടം എടുത്തില്ല, പിള്ളേരുടെ പടം തിന്ന. എത്ര പിള്ളേരുണ്ട്? അതൊക്കെ പോട്ടെ. തേങ്ങ പച്ചക്കറി കട എനിക്കറിയാൻ പറ്റും. പഴം, തേങ്ങ, ഇതെന്ത് സംഭവം? ഇവിടെ തന്റെ മേനോട് ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞ, ഒരു ചാക്കിൽ 25 തേങ്ങ ഉണ്ട്, അതിൽ 10 തേങ്ങ എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത്, ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചാൽ അവനറിയാൻ പാടില്ല. ഒരു ചാക്കിൽ 25 തേങ്ങയുണ്ട്, അതിൽ 10 തേങ്ങ എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത്, ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചിട്ട് തന്റെ മോൻ അറിയാൻ പാടില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാക്കിനകത്ത് തേങ്ങ എടുത്ത് വെച്ചാലേ അത് ഞാൻ അതിന് 10 തേങ്ങ എടുത്ത് കൊടുത്താലേ അത് ഞാൻ തന്നെ. അപ്പൊ വെല്ലോന്റെ സാധനം എടുത്ത് വെല്ലോനും കൊടുത്തിട്ട് എന്റെ മോനോട് ചോദിക്കില്ല കേട്ടാ. അവനെല്ലാം പോട്ടെ, ഞാൻ വേറെ ചോദിച്ചു പാമ്പിന്റെ പരി എന്താന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയാം, അച്ഛൻ, കൊച്ചച്ഛൻ, അമ്മാവൻ, വല്യച്ഛൻ, ഇതൊക്കെയാണ് പാമ്പിന്റെ പരിയാണോ? എടോ, അച്ഛനും കൊച്ചച്ഛനും അമ്മാവനും വല്യച്ഛനും ഒക്കെ എങ്ങനെയാണോ പാമ്പിന്റെ പര്യായാവണേ? എന്റെ പൊന്നു മാറ്റാതെ അവനെ കുറ്റപ്പെടുന്ന ഒരു കാര്യമില്ല. എന്റെ വീട്ടിൽ സന്ധ്യ ഒരു 7 മണിക്ക് ശേഷം അവൻ കാണുന്ന പാമ്പോളി തക്കുക, എന്നിട്ട് അവന് ഞാൻ അക്കൗണ്ടാണല്ലോ. എന്റെ മാഷ, കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവണമെങ്കിൽ തന്തമാറ്റൊക്കെ അല്പം ബുദ്ധി വേണം. ഇതിന്റെ തലയിലൊക്കെ കളിമണ്ണ ബുദ്ധിയില്ലാത്ത ജന്മം. ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ പൊരുൾ നമുക്ക് ബുദ്ധിയില്ല. പിള്ളേര് ജയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്തമാർക്ക് ഒരു ഇത്തിരിയെങ്കിലും ബുദ്ധി വേണം. ഓ, നമുക്ക് ബുദ്ധിയില്ല. നിങ്ങളൊക്കെ വലിയ ബുദ്ധിയുള്ള അധ്യാപകന്മാർ. അധ്യാപകന്മാരെ അറിയാല, ഈ ബുദ്ധിയുള്ള ആൾക്കാരോട് ഈ ബുദ്ധി ഇല്ലാത്ത അടിയെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
നിങ്ങൾ ആൻസർ പറയത്തില്ല. ഞങ്ങൾ പറയും. നിങ്ങൾ പറയത്തില്ല. ഞങ്ങൾ പറയും. നെറ്റ് കെട്ടിക്കോ മോനെ, നെറ്റ്. നെറ്റല്ല വെച്ച്. എന്നാ അത് കെട്ടി. അത് കെട്ടി ഞങ്ങൾ പറയും. പറഞ്ഞില്ലായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുക്കാൻ തരും. ഉറപ്പാണ്. ഉറപ്പാ. എന്നെ അവസാനം പറ്റിക്കില്ല. ഞാൻ പറ്റിക്കില്ല. വാക്ക് പറഞ്ഞ വാക്കാ. ഞാൻ സ്കൂളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കാൻ പറ്റേ. അത് കഴിഞ്ഞ് അവസാനം ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. അതിന് താൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും? എന്ത് തരും? അത് പിന്നെ വേണം. ഞാൻ 1000 രൂപ തന്നാ. വേണ്ട. താൻ ആയതുകൊണ്ട് വെറും 25 പൈസ തന്നു. പുച്ഛിക്ക്. അല്ല അങ്ങനെ പുച്ഛിക്കില്ല. നമ്മളൊരു ഇഞ്ചം പോലെ എന്ത് പൗരനാണെങ്കിലും താൻ 25 പൈസ മതി. ഓക്കെ, 25 പൈസ. 25 പൈസ. അപ്പൊ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ, താൻ പറഞ്ഞില്ലെങ്കിൽ വെറും 25 പൈസ. ചോദിച്ചോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോ. നോട്ട് പോയെ. 4 കാലുള്ള പക്ഷിയുടെ പേര്. 4 കാലുള്ള പക്ഷി. പെട്ടെന്നോളം പറയും. ഇല്ല, ഹെഡ് മാസ്റ്റർ സ്കൂളിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഈ ഹെഡ് മാസ്റ്റർ. അല്ല, ഞാൻ ഇന്നലെ വരെ ഉണ്ടായുള്ളൂ. ഹെഡ് മാസ്റ്റർ പറയാൻ പറഞ്ഞില്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ സ്കൂളിൽ അഭിമാനമുള്ള ആരും ഇല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു കാല് കുറയ്ക്കാം. ഒരു കാര്യം. ഓക്കെ. 3 കാലുള്ള പക്ഷിയുടെ പേര്. 3 കായല്ല, 3 കാല്. അതെ, ഒരു കാലും കൂടെ അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റുമോ? അല്ല, കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ എളുപ്പമാണ്. അത് ശരി. അപ്പൊ ഈ കാലാണ് പ്രശ്നം. അതെ. നമുക്ക് കാല് വേണ്ട. വേണ്ട. ഒരു ഒറ്റക്കാല് പോലും ഇല്ലാത്ത പക്ഷിയുടെ പേര്. കാശ് കൊടുത്തിട്ട് പോ. കാശ് പോയി. എല്ലാ കാര്യത്തിൽ കയറി ബെറ്റ് വെച്ചല്ലോ. കാശ് കൊടുക്ക്. എന്ത് പക്ഷി വേണ്ടാത്ത മത്സരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ആര് ഈ പക്ഷിനെ ഇറക്കണത്? ഹലോ, 1000 തോറ്റ്. അല്ല, വലിയ ബുദ്ധിയുള്ള അധ്യാപകരാണ്. ഞാൻ ചായ കുടിച്ചപ്പോ പോയതാ. ചായ കുടിയല്ലേ? പോകല്ലേ. പോകാൻ വരട്ടെ. ഈ ഒറ്റക്കാലും ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറഞ്ഞേ. എങ്ങനെ? ഒറ്റക്കാലും ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറയാൻ. ഒരൊറ്റ മിനിറ്റ്. എന്നാ പടി 25 പൈസ. ഇതെന്നാത്തിനാ? എനിക്ക് ഇതിന്റെ ഉത്തരം അറിയത്തില്ല. അത്ര